നടക്കത്തൊന്നും ഇല്ല. ഒരതിശോക്തി പറഞ്ഞ അത് കാശാർ പോകുന്ന വലിയ ബോട്ട്, നമ്മൾ സാധാരണക്കാർ പോകുന്ന ചെറിയ ബോട്ട്. ഓക്കെ, ആ ചേട്ടൻ ഇങ്ങനെ മാടി മാടി വിളിക്കാം, വെറുതെ കുറേ കണ്ടിട്ട് ഒരു പരിചയം തോന്നാത്ത സ്ഥലമല്ലേ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും എത്തിയിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് പനി. ഇറ്റ്സ് സോ ഗുഡ്, ഒന്നും പറയാനില്ല. അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. നല്ല രസമുണ്ടല്ലോ സൗണ്ട്. കുഴപ്പമില്ല. ഇപ്പം ഞാൻ പുതിയ റൂമിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ വഴി വഴി ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് അമ്മു. ഹായ്, ഇത് അമ്മു ഷീസ് ആൻ അക്കൗണ്ടൻറ്റ്. പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചി മേക്കപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വഴിയെ ചേച്ചിനെയൊക്കെ പരിചയപ്പെടുത്താം. പിന്നെ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, എല്ലാവരും കാണിച്ചു തരാം. സോ അപ്പം നമ്മളിപ്പോൾ എവിടെ പോകുന്ന അമ്മു? നമ്മൾ ആബ്രയിലേക്ക് പോവാണ്. എനിക്കറിയില്ല അത് എവിടെയാണെന്ന്. ഗോൾഡ് സൂക്കിനടുത്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ വ്ളോഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പിന്നെ ദുബായ് ഈസ് നോട്ട് ഈസി ഫോർ എവറി വൺ എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റാർട്ടിങ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അതായിരുന്നു കുറച്ച് വ്ളോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ലൈക്ക് വഴിയെ ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം, ദുബായ് ലൈഫിനെ പറ്റി പറയാം. സോ ഞാൻ ഇടയ്ക്ക് കുറച്ച് വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഫസ്റ്റ് 1 or 2 months ഈസ് സോ സ്ട്രെസ്ഫുൾ എന്നൊക്കെ പറഞ്ഞല്ലേ. ദുബായ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആദ്യത്തെ 2 മാസം. പക്ഷെ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട്. സോ ഞാൻ എല്ലാം വഴിയെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനും അമ്മുവും കൂടി ഇപ്പം നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തൊക്കെ തള്ളുന്നുണ്ട്, അതൊക്കെ പിന്നെ വെയിറ്റ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കറൻ്റ്ലി സ്റ്റേ ചെയ്യുന്നത് ദേറ യൂണിയൻ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു പാർക്കുണ്ട്. പാർക്കിൽ നിന്ന് നേരെ എന്താ ഉള്ളത്, ബോട്ട്, ആബ്രയിലേക്ക് പോകാനുള്ള ബോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഏതോ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിനി ബോട്ട് പിടിക്കേണ്ടത്. ബോട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ. ബോട്ടിന് 2 തരം എന്തോ പറഞ്ഞേ. നമുക്ക് നോക്കാം. പക്ഷേ ഈ സ്ഥലം കാണാൻ നല്ല രസമാണ്. കാണിച്ചു തരാം. ഇതൊരു പാർക്ക് ഏരിയ. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടക്കത്തൊന്നും ഇല്ല. ഒരതിശോക്തി പറഞ്ഞാൽ എങ്ങാനും നടക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ എളുപ്പമാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കിടക്കാതെ അവിടെയാണ് ബോട്ട്. ആ നീല ലൈറ്റ് കത്തുന്നിടത്തൊക്കെ. ഇവിടെ ഫുള്ള് പാർക്കിങ്. നമ്മൾ അവിടെ നിന്നാണ് വന്ന്. ഇവിടെ ഫുള്ള് നമുക്ക് നടക്കാനുള്ള സ്ഥലമാണ് അങ്ങേ അറ്റം വരെ. ആ നീല അവിടെ എവിടെയാണ് ബോട്ടിൻ്റെ ഇതുള്ളത്. നമുക്ക് ചോദിച്ചു നോക്കണം. ചോദിക്കാം, അവിടെ ചെന്ന് ചോദിക്കാം. നമ്മൾ ഒരു ഫസ്റ്റ് ടൈമാണ്, അതാണ് ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ഓടി വന്ന് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അത് കാശാർ പോകുന്ന വലിയ ബോട്ട്, നമ്മൾ സാധാരണക്കാർ പോകുന്ന ചെറിയ ബോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ ഗോൾഡ് സൂക്കിലേക്ക് എത്താം. ആ ലൈറ്റ് കാണുന്ന കണ്ടാൽ അവിടെയാണ് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ.
അവിടെ നിന്ന് കുറച്ചും കൂടി പോകണമായിരുന്നു. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ബോട്ടിലിരുന്നെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറാവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ നല്ല ചൂട് ക്ലൈമറ്റ് മാറിയിട്ട് ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അത് കാരണമാണ് ഈ പനിയൊക്കെ. അപ്പോൾ അതിൻ്റേതായ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് ഗുഡ്, ക്വൈറ്റ് ഗുഡ്. എനിക്കിഷ്ടമായി. ഞാൻ കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ ക്രീക്ക് ഹാർബറിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാൻ നോക്കാം. ഓക്കെ, അത് ഇതുപോലെ കാണും. പക്ഷെ ഇതിനേക്കാൾ അടിപൊളിയാണത്. പിന്നെ ഇതിനേക്കാൾ അടിപൊളിയാണെന്ന് വെച്ചാൽ ഞാൻ ഗോൾഡ് സൂക്കിനകത്ത് ഇതുവരെ കയറിയില്ല. അപ്പോൾ കയറിയിട്ട് അതും കൂടി നോക്കാം. നല്ല രസമുണ്ട്. നമ്മൾ ഗോൾഡ് സൂക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ല പ്രകാശപൂഷ്മളമായിരിക്കുന്നു. നല്ല രസമുണ്ടല്ല. ഞാൻ പറ്റുന്നത് കാണിച്ചു തരാം. ഒത്തിരി വീഡിയോ എടുക്കാനും ഒക്കില്ല. ബട്ട് പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. ഓൾഡ് സൂക്ക്. അങ്ങനെ നമ്മൾ ദുബായിലെത്തിയിട്ട് ഫസ്റ്റ് ടൈം പാനിപൂരി കണ്ടിരിക്കുകയാണ്. അപ്പോൾ പാനിപൂരി ഞാൻ ദുബായിലെത്തിയിട്ട് ഫസ്റ്റ് ടൈമാണ് പാനിപൂരി കാണുന്നത്. അപ്പോൾ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നമുക്ക് എന്തായാലും പാനിപൂരി കഴിക്കാം. ആ ചേട്ടൻ ഇങ്ങനെ മാടി വിളിക്കാം. വെറുതെ കുറേ ചിപ്സൊക്കെ തന്നെ. അപ്പോൾ ഞാൻ വെച്ച് കഷ്ടമല്ലേന്ന്. How's it? എന്ത് ബീട്രൂട്ട് സോസ്? രണ്ടാമത്തെ സോസ് എന്ത്? നമ്മളങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. എടി ഇതിന് 5 ദിർഹംസാ? ഇതൊക്കെ എങ്ങനെ കൊണ്ടു നടക്കുമല്ലേ? കോമഡി ആയിരിക്കും. ഓൾഡ് സൂക്കിനകത്ത് കുറേ പണ്ടത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, അധികം നമുക്ക് വീഡിയോ എടുക്കാനൊക്കത്തില്ല. ക്യാമറ നല്ല റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. സോ പകുതിയൊക്കെ വീഡിയോയിലും എടുക്കാനൊക്കും. ബട്ട് ഇറ്റ്സ് നൈസ്. ഞാൻ ആദ്യം ഗോൾഡ് സൂക്ക് എന്ന് കരുതിയത്. ഗോൾഡ് സൂക്ക് ഓപ്പോസിറ്റ് സൈഡ്. നമ്മളിപ്പോൾ ഉള്ളത് ഓൾഡ് സൂക്കിലാണ്. ഗോൾഡ് സൂക്കിൽ പോകുമ്പോൾ ഞാൻ വേറെ വീഡിയോ എടുക്കാം. ബട്ട് ഇറ്റ്സ് നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, നമ്മളങ്ങനെ ഓൾഡ് സൂക്ക് ഫുള്ള് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 ഹവറിന് മുകളിലായി. ഇനി നമുക്ക് നൈറ്റ് മാർക്കറ്റിൽ കയറണം. നമ്മുടെ റൂമിനടുത്താണ്. ഏത്? അതാ ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. മീൻ കാണിച്ചു തരാം. ഇനി നമുക്ക് നൈറ്റ് മാർക്കറ്റ് കയറണം. അത് കഴിഞ്ഞ് അപ്പം നമ്മൾ ബോട്ടിൽ തിരിച്ചു പോകണം. ഓക്കെ, ഞാൻ മീനിനെ എടാ ഒഴുകി വരുന്ന മീനല്ലേ? അമ്മോ, എന്താ അല്ലേ? നാട്ടിലെ ആരെങ്കിലും കാണാൻ ചൂണ്ടെടുത്തോണ്ട് ഇപ്പൊ വരും. എന്തുമാത്രം മീനാ എടാ, നോക്ക്. അങ്ങനെ നമ്മളുടെ ഓൾഡ് സൂക്കൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇതിന് മറ്റില്ല, കെട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ തുമ്പത്തിരിക്കുന്ന പോലെ തോന്നുന്നത്. ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അടുത്തത് നമുക്കിനിപ്പോൾ നൈറ്റ് മാർക്കറ്റും കൂടെ പോയിട്ട് നമുക്ക് റൂമിൽ പോകാം. ഓക്കെ, ഇത് നമുക്ക് വഴിതെറ്റി. നമുക്ക് ബന്യ സ്ക്വയറിലാണ് ഇറങ്ങേണ്ടത്. നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് സബ്കയിൽ. എന്നിട്ട് നമ്മൾ ഫുള്ള് നോക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ. ആ പുള്ളിനോട് നമ്മൾ 10,000 തവണ ചോദിച്ചത് ഈ ബോട്ട് ബന്യ സ്ക്വയറിൽ പോകുന്നതല്ലേ ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ വേറെ എവിടെയോ വന്ന് ഇറങ്ങിയിരിക്കുന്ന പണി വാളിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും അടുത്ത ബോട്ട് പിടിക്കണമെന്ന് തോന്നി. ഇനിയിപ്പം നമ്മളിപ്പോൾ അൽ സബ്കയിലാണുള്ളത്. ഇത് നമ്മൾ പോകേണ്ട സ്ഥലം 2 അവർ പറയുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ തൊട്ടപ്പുറത്ത് നടക്കാനുള്ള ബന്യ സ്ക്വയർന്ന്. അത് നമുക്കറിയാം. ഇവിടെ ഓരോ കിലോമീറ്റർ അപ്പുറമാണ് മെട്രോ സ്റ്റേഷൻ. പക്ഷേ ഇനി നമ്മൾ അവിടെ വരെ നടക്കണമല്ലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന് ബന്യ സ്ക്വയർ വരെ എത്തണം.
കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം നമുക്കിത് പരിചയമില്ലാത്ത സ്ഥലമാണ്. എന്തായാലും പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും നാളെ രാവിലെ ധൃതി വെച്ച് 9 മണിക്ക് മുമ്പ് എണ്ണിട്ടെങ്കിലും പോകണ്ടാത്തത് കൊണ്ടും പതിയെ നമുക്ക് റൂമിലെത്തിയാൽ മതി. പക്ഷെ നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഭ്രാന്ത് വരുന്നത്. ഒന്നാമത് പനിയും പിടിച്ച് തലവേന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു വാക്ക്. ഞാൻ ശരിക്കും ഈ പാർക്കിംഗ് കണ്ടപ്പോൾ വിചാരിച്ചു ബന്യ സ്ക്വയറിൻ്റെ പാർക്കിംഗ് ആണെന്ന്. അതാ എനിക്ക് ഫുൾ കൺഫ്യൂഷനായേ. പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ലടാ. ഏതോ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തൂടെ നമുക്ക് പോകേണ്ടതെന്നാ ചേട്ടൻ പറഞ്ഞു തന്നെ. ഇതിപ്പോൾ നമുക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് കയറണം. നമ്മൾ ഏതോ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് കയറും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഏതോ ബിൽഡിംഗ് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി എന്നാണ് ആ ബായി പറഞ്ഞത്. പക്ഷേ ഏത് ബിൽഡിംഗ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെ ഇത്രയും ബിൽഡിംഗ് ഉണ്ട്, എവിടെ കൂടെ തിരിയണമെന്നാണ് പുള്ളി പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എങ്ങനെ ഒരു യൂണിയൻ മെട്രോൻ്റെ അവിടെ ചെന്ന് കയറിയേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടിട്ട് ഒരു പരിചയം തോന്നാത്ത സ്ഥലമല്ലേ? അറിയില്ല. നോക്കുമ്പോൾ ക്രീക്ക് എവിടെ കിടക്കുന്നത്? നമ്മളെവിടെ കിടക്കുന്നത്? ക്രീക്ക് അങ്ങാ. നമ്മളന്ന് ഇവിടെ വന്നിരുന്നിട്ടാ മറ്റേ സാധനം തിന്നേ. ആ ആണ്. നമ്മളങ്ങനെ നമ്മുടെ പര്യടനം കഴിഞ്ഞിട്ട് ഏകദേശം നമ്മുടെ ഡേ ടു ഡേൻ്റെ ബോർഡ് കണ്ടു. അപ്പം നമുക്കൊരു സമാധാനം, വാവ് റൂമെത്താറായി എന്നുള്ളൊരു തോന്നൽ. എന്നാലും നമുക്ക് കുറേ നടക്കാനുണ്ട് ഡേ ടു ഡേന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ചെറുതായിട്ടൊന്ന് നൈറ്റ് മാർക്കറ്റിൽ കയറി തല കാണിച്ചിട്ട് വേണം പോകാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. യാ വി ഹാവ് ടു ഷട്ടപ്പ്. ആ ഓക്കെ, ഞാൻ എന്തായാലും നൈറ്റ് മാർക്കറ്റിൽ കൂടി കയറിയിട്ട് വരാം. നമ്മളിങ്ങനെ നടന്ന അവസാനം നമ്മുടെ റൂമിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഡേ ടു ഡേ കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം, ഹായ് റൂം എത്താറായല്ലോ എന്ന് ആലോചിച്ച്. പക്ഷേ നൈറ്റ് മാർക്കറ്റിൽ കയറണം എന്നൊരു ആഗ്രഹമായിട്ടായിരുന്നു ഇറങ്ങിയത്. നടന്ന് തളർന്നു എന്ന് പറഞ്ഞാൽ മതി, അമ്മാതിരി തളർന്നു. കാരണം നമ്മൾ ഇറങ്ങിയ ലൊക്കേഷനിലല്ല തിരിച്ചു വന്ന് ബോട്ട് നിർത്തിയത്. അപ്പോൾ കുറേ അധികം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് മാർക്കറ്റിൽ കയറുന്ന ഒരു മൂടില്ല, നാളെ കയറാം. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോവാം. അമ്മു തളർന്നു. അമ്മ എന്നോട് ഇങ്ങനെ നാളെ നമുക്ക് പോവാന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് നാളെ പോവാം. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. നല്ല തലവേദന തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് എന്തെങ്കിലും സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ നടന്ന് നമ്മുടെ റൂമിൻ്റെ ഭാഗത്ത് എത്താറായി. അപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയായി. നമ്മുടെ റൂമിൻ്റെ ഭാഗം ഏകദേശം എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി റൂമിലേക്ക് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളുടെ കൊട്ടാരം ദൂരെ നിന്ന് കണ്ടു ഗൈസ്. നമ്മുടെ കൊട്ടാരം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ അമ്മു? അത് തന്നെ, നമ്മൾ പോയ കോലം വരുന്ന കോലം. നമ്മൾ ഏകദേശം നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരം കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി അടിക്കുമ്പോൾ ക്രോസിങ്ങോടെ സീബ്ര ക്രോസിങ്ങോടെ നമ്മുടെ കൊട്ടാരം നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്, ഇതൊക്കെയാണെന്ന്. പക്ഷെ അതല്ല, അതാ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മളുടെ കൊട്ടാരം? ഇതാണ് നമ്മളുടെ കൊട്ടാരം. നമ്മൾക്ക് ചെറിയ ബിൽഡിങ്ങാണ്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ. നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ വലിയ പണക്കാരുണ്ട്. നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് ചെറിയ കുടുംബത്തിൻ്റെ ആവശ്യമുള്ളൂ. കണ്ട എല്ലാ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഒരു ചെറിയ വീട്, അതാണ് നമ്മുടെ വീട്. വാവ്, കൊട്ടാരം. വലിയ പണക്കാരുടെ വീടിനിടയിൽ നമ്മുടെ ചെറിയ കൊട്ടാരം. അമ്മ അങ്ങ് എത്തിയോ? ഞാൻ ഇനി ക്രോസ് ചെയ്യണം.